TNT പുലർകാലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. കടൽ ഏഴും കടന്നാലും ശരി, ശ്രേഷ്ഠമായ മലയാള ഭാഷ ഏത് കാലത്തും ഏത് നാട്ടിലും ഭൂമി മലയാളം എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രസരിപ്പും പ്രകാശവും ഒക്കെ തന്നെ ഉണ്ടാക്കും. കാലാകാലങ്ങളിലായി നമ്മൾ മലയാളികൾ സിലോണിൽ എന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അമേരിക്കയിലും ഒക്കെ തന്നെ തലമുറകളായി തന്നെ ജീവിക്കുന്നു. പക്ഷെ ഓരോ തലമുറയും ആഗ്രഹിക്കുന്നത് സ്വന്തം മാതൃഭാഷയിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയാലെങ്കിലും നല്ലപോലെ സംസാരിക്കാനായി ശീലിക്കാനുള്ള ഒരു കഴിവ് തരണേ, മറുനാടിൻ്റെ ജീവിത ശൈലിയിൽ അതൊന്നും മാഞ്ഞു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ധാരാളമായിട്ടുണ്ടാകാം. പുലർകാലം എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തെവിടെയും പുലർകാലത്തിന് അതിൻ്റെതായിട്ടുള്ള തനിമയുണ്ട്. ശ്രീഗണപതിയുടെ തിരുനാമക്കുറി തൊയിലുണര് തൊയിലുണര്. ശ്രീഗണപതിയുടെ തിരുനാമക്കുറി തൊയിലുണര് തൊയിലുണര്. ശ്രീ മഹാദേവനും ശ്രീ പാർവതിക്കും പൊന്നായി വളർന്നവനെ തൊയിലുണര്. ആനമുഖവനുക്ക് മുതല മൃദുനുക്ക് അയ്യാ തൊയിലുണര് അയ്യയ്യാ തൊയിലുണര്. കടം കൊണ്ടതാണെന്റെ ജന്മം, കടം വീട്ടലാണെന്റെ കർമ്മം. കടമകളൻ തോളത്തു തൂങ്ങുമീ പുസ്തകത്താളുകളിലില്ല കടം കഥകൾ. ആർത്തിയാണെവിടെയും വീർത്തിരിക്കുന്നൊരീ കാഴ്ചകൾ കാണാതെ കണ്ണേ മടങ്ങുക. ഓക്കെ, ഈ രാഗത്തിൽ തന്നെയുള്ള കവിതയാണ്, ഞാൻ എഴുതിയ കവിതയാണ്. ഈ കവിത എഴുതാൻ കാരണം വെച്ചാൽ നിങ്ങളെപ്പോലെ കുട്ടികളില്ലേ, താങ്ക് യു, നിങ്ങളെപ്പോലെ കുട്ടികളിലേക്ക് ജീവിതം എന്ന് വെച്ചാൽ ശരിക്കും അച്ഛനും നമ്മോട് കടപ്പെട്ടിരിക്കുകയാണ് ജീവിതം അല്ലേ. ശരിക്കും നിങ്ങൾ കടം കൊണ്ട ജീവിതമാണ് ഓരോരുത്തത്തിൽ. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ കടം വീട്ടുണ്ടേ. അതെങ്ങനെയാണ് വീട്ടുന്നത്? അപ്പോഴത്തേക്ക് അച്ഛനും വയ്യാണ്ടാകുമ്പോൾ അവരെ നോക്കില്ലേ. ആ നോക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കടം വീട്ടിലാണ് എൻ്റെ കർമ്മം. അപ്പൊ ആ കടം വീട്ടാനുള്ള ഒരു തലത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കടമകൾ എൻ തോളത്തു തൂങ്ങുമീ പുസ്തകത്താളുകളിലില്ല അല്ലെ. ഈ കടമകൾ മുഴുവൻ നമ്മുടെ തോളത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, പുസ്തകങ്ങളും ബാഗും ഇട്ടല്ലേ. അതൊന്നും കടങ്കഥകളല്ല. അപ്പൊ നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പ്രശ്നം എന്താ? ആർത്തിയാണ് എവിടെയും വീർത്തിരിക്കുന്ന ഒരു സുരക്ഷിതരല്ല ആണോ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത്ര കണ്ടങ്ങ് സുരക്ഷിതരെന്ന് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ തുറന്നങ്ങ് പറയാൻ പറ്റുന്നതില്ല. എന്നാലും സുരക്ഷിതരാണ്, അത് വേറെ വെച്ച്. അങ്ങനെയാണ് ഈ കവിത. അത് ഞാൻ പറഞ്ഞു, രാഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മനോഹരമായിട്ടുള്ള രാഗത്തിൽ. മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. നാളെ ഏറ്റുമാനൂരിലാണ് സംസ്കാരം. കളമശ്ശേരി SCMS കോളേജിൽ പൊതുദർശനം തുടങ്ങി.
ഈ അഭിമുഖം നടത്തുന്നവരാണോ, അഭിമുഖകർത്താവാണോ, ഗസ്റ്റായിട്ടിരിക്കുന്ന ആൾക്കാണോ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളതും പറയിപ്പിക്കാനുള്ളതും എന്നൊരു ചിന്ത വന്നു. ഈ അവതരിപ്പിക്കുന്നവരൊക്കെ ലോകത്തേക്ക് വെച്ച് എൻസൈക്ലോപീഡിയാസ് ആണോ, എന്തിനെക്കുറിച്ചുമുള്ള അറിവ് ഉള്ളവരാണ് എന്ന് ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവണതയാണോ ഉണ്ടാകേണ്ടത്, അതോ പ്രേക്ഷകർക്കും മാധ്യമത്തിനും ഇടയിലുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് അവതാരകർ നിന്നുകൊണ്ട് വന്നിരിക്കുന്ന അതിഥിയിൽ നിന്ന് എന്തൊക്കെയാണോ ലഭിക്കേണ്ടത് എന്നത് സംഭാഷണ മധ്യേ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ, അങ്ങനെയാണോ അഭിമുഖത്തിൻ്റെ രസം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമകർത്താവ് അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാട്ടിലേക്ക് പെട്ടെന്ന് പോകണു. ഇപ്പോൾ എല്ലാ രംഗത്തുള്ളൊരു കോമഡി തന്നെയാണത്. പെട്ടെന്ന് പുലി വന്നു, നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യേണ്ടതൊക്കെ പുലി ചെയ്തോളും എന്ന് പറയുന്നത് പോലെ നമ്മളല്ല ചെയ്യേണ്ടത്. ആരാണോ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധാകേന്ദ്രം എന്ന് മാത്രമല്ല, അവരിലൂടെയാണ് ഒരു അഭിമുഖം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതും. അത് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അറിവായിരിക്കാം, അല്ലെങ്കിൽ നിഗൂഢതയായിരിക്കാം, അറിയാൻ പെടാത്ത കാര്യങ്ങളായിരിക്കാം, എന്തുമാവട്ടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്ന ഒന്ന് എന്നുള്ളത്. ഇപ്പോഴും കച്ചേരി നടത്തുന്ന സമയത്തും പണ്ട് കച്ചേരി നടത്തുമ്പോഴൊക്കെ തന്നെ അതേ ഒരു ഊർജം, ജീവസ് നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷകരെ ഇങ്ങനെ ആനന്ദസാഗരത്തിൽ ആരാടിക്കുക. അത് ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിക്കുക. ചില രാഗങ്ങളുടെ ആലാപനത്തിലും ചില രാഗങ്ങള് ഇപ്പോ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മനസ്സുകൊണ്ടുള്ള ഐക്യം പോലെ തന്നെ പക്കമേളക്കാരും ഒരുമിച്ചിരുന്ന് കൃത്യമായി വീതിച്ചുകൊണ്ട് തന്നെയുള്ള റിസൾട്ട്. അതിനകത്ത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണ്. സമയത്തിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളും ചീത്ത സമയങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. എന്തിനും ഏതിനും ഏറ്റവും കൂടുതലായി സമയം നല്ലതാണോ എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഏറ്റവും കൂടുതലായി തന്നെ ഏറെ പേർ ആശ്രയിക്കുന്നു. ജ്യോതിശാസ്ത്രമെന്നും ജ്യോതിഷമെന്നും ഒക്കെയുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴായിട്ട് പലരും മനസ്സിൽ വയ്ക്കുന്നു. എന്നാൽ സ്വന്തം ജാതകത്തിൻ്റെതായിട്ടുള്ള ഗ്രഹനിലകളുടെ അവസ്ഥ ഏത് രീതിയിലാണ് എൻ്റെ ജീവിതത്തെ ഇതുവരെ നയിച്ചത്, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം ഏതൊക്കെ രീതിയിലുള്ള ശുഭപ്രതീക്ഷകളാണ് എൻ്റെ സമയത്തിന് നൽകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഭാവി കാലത്തേക്കും എങ്ങനെ ആയിരിക്കണം സമയം മാറി വരേണ്ടത്. ഇങ്ങനെ പല വിശ്വാസ പ്രമാണങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൽ ജാതി മത വ്യത്യാസങ്ങളില്ലാതെയാണ് ഏവരും ഇപ്പോൾ ആശ്വാസം കണ്ടെത്താനായി, സംതൃപ്തി കണ്ടെത്താനായി, ഭാവി കരുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സമ്പത്തുള്ളവൻ ഏറെ സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ജാതകം നോക്കി ശീലിക്കുന്നു. അതേസമയം പ്രശസ്തിയുള്ളയാൾ ഏറ്റവും നല്ല പ്രശസ്തിയിലേക്ക് ഇനി എങ്ങനെ ഉയരാം, ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ജീവിക്കുന്നത് അതിന് മുകളിലേക്ക് എങ്ങനെ കയറാം, ഒരിക്കലും താഴേക്ക് ഇറങ്ങി വരാനായി ആഗ്രഹിക്കുന്നില്ല. അതിന് എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് ജ്യോതിഷത്തിലൂടെ തന്നെ നമുക്ക് തരുന്ന ഒരു അറിവും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ പുസ്തകത്താളുകളിലേക്ക് ക്ഷണിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ അഭിനയിക്കുകയും ഉള്ളു തുറക്കുകയും സംവദിക്കുകയും ചെയ്തുകൊണ്ട് ഇടപെടുന്ന സമസ്ത രംഗങ്ങളിലും നമ്മൾ അവതാരകരാകുകയാണ്. അത്തരം വേറിട്ട വേളകളിലെ വിഷയാവതരണത്തിൽ വിജയിക്കുവാൻ വേണ്ടത് അവതരണത്തിൻ്റെ താളമാണ്. തനിക്ക് ലോകത്തോട് പറയാനുള്ള ഒരു ഇടം ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്. പൊതുജന സമക്ഷം സ്വയം അവതാരകനും സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും വിൽപ്പനക്കാരനും ആകുവാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയ എന്നു നാം പറയുന്ന വിശാലമായ സ്ക്രീനിൽ ലഭ്യമാണ്. ദൃശ്യം, ശ്രാവ്യം, ഓൺലൈൻ, സോഷ്യൽ മീഡിയ എന്നിങ്ങനെ മാധ്യമലോകം വിശാലമായെങ്കിലും മലയാളികളുടെ വിഷ്വൽ മീഡിയ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയ ആദ്യകാല മാധ്യമങ്ങൾ കാഴ്ചവെച്ചിരുന്ന അവതരണതാളം ഇന്നും കുലീനമായ ഒരു കാലത്തിൻ്റെ സംസ്കാര സവിശേഷതകളാണ്. സമൂഹത്തിന് പറയാനുള്ളതും അത് മറ്റുള്ളവർക്ക് കേൾക്കാനും കാണാനും വേണ്ടിയുള്ള കണ്ണാടികളാണ് അന്നും ഇന്നും ഇനിയെന്നും മാധ്യമങ്ങൾ.
എല്ലാവർക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഞാൻ സനൽ പോറ്റി. ജീവിതത്തിലെ ഏത് റോളും ചെയ്യാൻ നമുക്ക് പല പല യോഗങ്ങൾ ഉണ്ടാവുന്ന പോലെയാണ് ഇപ്പോൾ ഇടയ്ക്കുമായിട്ട് മനോഹരമായ ഈ ദേവാലയാങ്കണത്തിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നത്. പാട്ട് പാട് മാത്രമല്ല, ഏറ്റവും വലിയ ഭാഗ്യം പാട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഗമ പനി സ സനി ദ പ മ ഗമ പ മ ഗ മ ഗ രി സ. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചത്തൂഞ്ഞാലാടി കുഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം. മഞ്ജുതരം മൊഴി മലയാളം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ മാധ്യമ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ നമ്മളെ വിട്ടുപോയി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും അവതാരകനും സംഗീതജ്ഞനുമായ സനൽ പോറ്റി അന്തരിച്ചു. നിങ്ങൾക്കറിയാം, സനൽ പോറ്റി ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച് മ്യൂസിക് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ജീവിതം ഇനി ഇങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ സനലിന് കിട്ടിയൊരു ഉത്തരമായിരുന്നു ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിലെ സുപ്രഭാതത്തിൻ്റെ അവതാരകനായി കുറേ കാലം ഏഷ്യാനെറ്റിൽ സുപ്രഭാതം അവതരിപ്പിച്ചു. ഏറ്റവും മിടുക്കനായ അവതാരകൻ എന്ന് മാത്രമല്ല, കർണാട്ടിക് മ്യൂസിക് ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു അവതാരകൻ. പിന്നെ വളരെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു ശബ്ദസുഖം, ഇതൊക്കെ സനലിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തനായി മാറി ഒരു അവതാരകൻ എന്ന നിലയിൽ സനൽ പോറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളായി മാറി. കുടുംബ പ്രേക്ഷകർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. ഒന്നിച്ച് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു അന്ന്. സനൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും സങ്കടപ്പെടുത്തുന്നതുമായ കാര്യം, മരണത്തിലേക്ക് മടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സനൽ പോറ്റി എനിക്കൊരു വോയിസ് സന്ദേശം അയച്ചു. ക്ഷീണിഞ്ഞിട്ട സനൽ പോറ്റിയാണ്. ഞാനും മെഡിക്കൽ ടെസ്റ്റായിരുന്നു 1 മാസമായിട്ട്. ഹാർട്ട് സർജറി എല്ലാം കഴിഞ്ഞു. ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇനി ഫെബ്രുവരിയിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ. ഞാനിപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രമോദ് തേവന്നൂർ CMSന്റെ ഗ്രൂപ്പ് ചെയർമാൻ അയച്ചതാ. ഇതൊന്ന് സ്ക്രോളിങ് കൊടുക്കാമോ? നാളെ തിരുവനന്തപുരത്ത് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. നമ്മുടെ സനൽ പോറ്റി CMS എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു PRO പോലെ ജോലി ചെയ്യായിരുന്നു. അതായത് മെഡിക്കൽ ടെസ്റ്റിൽ നിന്ന് ഇറങ്ങി ഡിസ്ചാർജ് ആകുമ്പോഴും താൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഒരു കാര്യം സ്ക്രോളായിട്ട് നമ്മുടെ 24 ചാനൽ കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയച്ച ശബ്ദ സന്ദേശമാണത്. എന്നെപ്പോലുള്ള നൂറുകണക്കിന് സുഹൃത്തുക്കൾ സനൽ പോറ്റിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടെ പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ കുറച്ചധികം കാലമായി ഈ രോഗത്തോട് മല്ലിടുകയായിരുന്നു സനൽ പോറ്റി. അവസാനം സനൽ പോറ്റിയുടെ ഹാർട്ട് സർജറിയൊക്കെ വളരെ വിജയമായി കൊച്ചിയിലെ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ മരണം വന്ന് മാടി വിളിച്ചു എന്ന് പറയും. നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നു. സനൽ, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ സനലിൻ്റെ ഈ മരണം ഞെട്ടിച്ചിട്ടുണ്ട്. ശരണ സങ്കീർത്തനം
വരുന്ന നാഗാലയമേ. ലോകത്തേക്ക് വെച്ച് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് കേൾക്കുന്നത് പോലെ ഒരു വലിയ പ്രസ്ഥാനമാണ് ഫോട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്യാമറ ക്ലിക്കിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങളെ കാത്തു സൂക്ഷിക്കുക. അതിൻ്റെ പേരിൽ കേവലം ഒരു ചൂണ്ടുവിരൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ഇപ്പോൾ മറ്റേ മൊബൈൽ തോണ്ടലാണ്. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ ഒരു ക്യാമറ ക്ലിക്കിൻ്റെതായ പശ്ചാത്തലം മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ വികാസിൻ്റെ നാട്ടത്തിൽ. അദ്ദേഹം ഒരു വലിയൊരു ക്ലിക്ക് നടത്തിയപ്പോഴാണ് വലിയ ചർച്ച ചെയ്ത് വാർത്ത ചെയ്തു. അതാണ് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഹലോ ജുവലി ക്ലാസ് എന്ന പരിപാടിയിലൂടെ പ്രശസ്ത അവതാരികയായ ആശാലിതയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത്. താങ്ക് യു വെരി മച്ച് ഈ ഒരു ചാൻസ് കിട്ടി. ഹായ്. ചേച്ചി എന്തോ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. വില്ലനായ നടനെ നായക നടൻ അടിച്ചു വീഴ്ത്തുന്നു. പരിക്ക് പറ്റി താഴെ കിടക്കുന്ന വില്ലന്റെ അടുത്തേക്ക് അയ്യോ എന്ത് പറ്റി എന്ന് വെച്ചിട്ട് ഈ നായക നടൻ ഓടി വന്ന് ആ വില്ലന്റെ അടുത്ത് മടിയിൽ വെച്ച് സോറി കേട്ടോ ഞാൻ മനഃപൂർവ്വമല്ല എന്ന് പറയുന്നതാണല്ലോ ഒരു കലാകാരന്റെ യഥാർത്ഥ മനസ്സ് എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് ഒരു കളിക്കളത്തിലെ ഓട്ട മത്സരത്തില് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സഹ ഓട്ടക്കാരൻ താഴെ വീണു. അതിന് മുമ്പിൽ ഓടിക്കൊണ്ടിരുന്ന ആളോ തിരിച്ച് നടന്നു വന്ന് ഇയാളെ എടുത്ത് അപ്പൊ പറഞ്ഞു എനിക്ക് മത്സരിക്കണ്ട, എനിക്ക് ഇവന്റെ ജീവനോ അല്ലെങ്കിൽ ഇവന്റെ വയ്യായിയാണോ വലുത്. ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടു പാടി മുഖബനെ ബഗനെ ബാരോ മുഖബനെ തോരോ ബഗനെ ബാരോ മുഖബനെ ഒരു പാട്ടു പാടുവാൻ വന്നവൾ നീ സഖി, ഒരായിരം പാട്ടു പാടിയാലും ഒരു പാട്ടു പാടുവാൻ വന്നവൾ നീ സഖി, ഒരായിരം പാട്ടു പാടിയാലും പാട്ടിൻ്റെ ഈണം മനോഹരമെങ്കിലും കേട്ടിരിക്കാൻ എന്തു ക്ലേശം. ഒരു പാട്ടു പാടുവാൻ വന്നവൾ നീ സഖി, ഒരായിരം പാട്ടു പാടിയാലും തന്നാലും തവ മഞ്ജു മഞ്ജുള മനോദാരിൻ കൃപാമംഗളം. നന്നായി പാടിയതൊക്കെ MS വിശ്വാസം.
ബാബുമോനല്ലേ? അതെ ബാബു, ഇവിടമായി അതെ അതെ ഈശ്വര അതെ അതെ. കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടി, കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടി, കയ്യിനിൽ വേൽ പിടുത്ത കുമരൻ ശിവബാലനെ, കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടി. മധുവന്തി കുറിച്ച് പറഞ്ഞപ്പോഴാണ് അഖിലും ചന്ദനവും പൂച്ചോടുന്നു. രാഗങ്ങളുടെ ലോകം വളരെ വലുതാണ്. ഈ പ്രപഞ്ചം പോലെ, ഈ ഭൂമിയെ പോലെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന്റെ സുഖം പറഞ്ഞറിയിക്കുക വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഒക്കെ ഇപ്പോൾ ഐപോഡും അല്ലെങ്കിൽ ഇയർഫോണും ഹെഡ്ഫോണും മൊബൈലും ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്തിനുവേണ്ടിയിട്ടാണ്? ഒറ്റ ലക്ഷ്യമുള്ളൂ, പാട്ട് കേൾക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള പാട്ടിൻ്റെ ലോകത്തിലൂടെയുള്ള വഴിയോര കാഴ്ചകളുമായിട്ടുള്ള ഒരു സംഗീത സംവാദ സഞ്ചാര സ്വാതന്ത്ര്യ ഈണമാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ധനി സനി സനി ധരി ധരി ധനി ധരി ധന മഗ മഗ സനി സനി സഗ മദനി സാനി മഗ സ ചന്ദന മണിവാതിൽ പാടി. നമസ്കാരം. പവിഴമല്ലിത്തറ മേളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പതിവിലും വ്യത്യസ്തമായി അതിഗംഭീരമായ ഒരു നവരാത്രി കാലത്തിൻ്റെ ദുർഗാഷ്ടമി ദിനത്തിൻ്റെ പ്രഭാതത്തിലാണ് മേളമെല്ലാം ഒത്തുചേരുന്ന ഗംഭീരമായ ഈ ഒരു താളവിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നത്. അത് നമുക്ക് പ്രിയപ്പെട്ട പത്മശ്രീ ജയറാം, അദ്ദേഹത്തിന് വലത്തായി ചോറ്റാനിക്കര സത്യന്മാരാരും സംഘവും ചേർന്നൊരുക്കുന്ന അതിഗംഭീരമായ താളവിസ്മയമാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. നിലം പൂത്തു മലർന്ന നാൾ, മനോജ് കുറൂർ എഴുതിയ നോവൽ. വായിക്കുന്നത് സനൽ പോറ്റി. തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത പുറപ്പാടായിരുന്നു അത്. മടങ്ങിവരവിനെ പറ്റി ഞങ്ങൾ ആരും തമ്മിൽ തിരിഞ്ഞുകൂടിയില്ല. പറഞ്ഞുപോയ വേരുകൾ ഓർമ്മിച്ചാൽ പായലുകൾ കൊഴുകാനാവില്ല. പറന്നടിയുന്ന നേരത്തെ പേടിച്ചാൽ ചിതൽപുറ്റിലെ കീടങ്ങൾക്ക് ചിറകു മുളയ്ക്കില്ല. ചുറ്റുപാടുകളല്ലാതെ മറ്റൊന്നും അറിയാത്തവർ എങ്ങു പോയിട്ടെന്താണ്? അറിവെന്നു പറയാൻ തന്നെ ഏറെയൊന്നുമില്ല. കാടിനടുത്താണ് പാർപ്പെങ്കിലും വേട്ടയാടാൻ അറിയില്ല. കുടികൾക്കു പിന്നിൽ തിനവയലുകൾ ഉണ്ടെങ്കിലും കുറവരെയോ ഉഴവരെയോ പോലെ വിതച്ചും കൊയ്തും വഴക്കമില്ല. എങ്കിലും ചിലതൊക്കെ അറിയാം. എന്താണോ വാരെ, താൻ ഈ വഴിയേക്കൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലോ. തൻ്റെ ഇടയ്ക്കേടെ ആ നാദം കേൾക്കാൻ മനസ്സ് വല്ലാതെ കൊതിക്കുക. എനിക്ക് വേണ്ടി താൻ ആ വരികളൊന്ന് പാടുമോ? എത്ര നാൾക്ക് ശേഷമാണ് താൻ ഈ പഠിപ്പിൽ കയറി വരുന്നത്? ഒന്ന് പാടുക. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ
എണ്ണാത്ത പ്രണാമം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യൻ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സരോദിന്റെ സംഗീതം ലോകത്തിന് സമ്മാനിച്ച ഈ കലാകാരനെ മലയാളികളായ സിനിമാ പ്രേമികൾക്കറിയാം. സംവിധായകൻ ജി അരവിന്ദന്റെ കാഞ്ചന സീതയ്ക്ക് സംഗീതം നൽകിയത് ഈ സംഗീതജ്ഞനാണ്. പിന്നീട് അരവിന്ദന്റെ തന്നെ ഒരിടത്ത് പോക്കുവയിൽ, MT വാസുദേവൻ നായരുടെ കടവ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞ ശാന്തവും ഹൃദയം തൊടുന്ന പശ്ചാത്തല സംഗീത ലോകവും പുതിയ രൂപത്തിലൂടെ ഭാവത്തിലൂടെ കൈരളിക്ക് നൽകി പത്മശ്രീ രാജീവ് താരാനാഥ്. പത്മശ്രീ പണ്ഡിറ്റ് രാജീവ് താരാനാഥിന് സ്വരലയയുടെ സാഷ്ടാംഗ നമസ്കാരം. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ മനു രാജഗോപാലിനെ ക്ഷണിക്കുന്നു, സെക്രട്ടറി സ്വരലയുടെ കൊച്ചി ചാപ്റ്റർ. ആദ്യമായിട്ടുള്ള ഒരു ഗുരുത്വം എന്ന് തോന്നുന്നത് മോഹനേട്ടനും അതേപോലെ വിനയേട്ടനും, രണ്ട് മോഹനേട്ടന്മാരും പ്രകാശ് സാറൊക്കെയുള്ള വേദിയിൽ പങ്കിടാനായി എന്നെ പോലൊരു ഇളം തലമുറക്കാരന് സാധിച്ചു. അതിന് ഭാഗ്യമുണ്ടായി. അത് ഒരു നിമിത്തം പോലെ വേണുചേട്ടന്റെ ഓർമ്മകളിലൂടെയായി എന്നതും ഭാരതപ്പുഴയിൽ നിന്നും ഒഴുകി ചങ്ങമ്പുഴയിൽ എത്തിയതുപോലെയാണ് ചങ്ങമ്പുഴ പാർക്കിലെത്തി നിൽക്കുന്നത്. തമ്മിൽ ആ ഗാനം ശ്രീ പള്ളി കൊണ്ട് ചലമേലറാ സാകേത രാമ 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 ചലമേലറാ പതനി സജി സനിധ പമഗരി സനിധ ധനി സജി ഗമപ പപ്പ ദദ പപ്പ പപ്പ പമ പപ്പ ദദ പപ്പ മ പപ്പ ദദ പപ്പ മ പദ പമ പദ പമദ പമഗരി ഗരി സരി ഗമ പതനി സരി ഗരി 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 സനി സരി രി സനി സരി സനി രി സനി ദ ധനി രി സനി ദ പ തദ പമഗരി. മഹാകവി അക്കിത്തം ഒരു നാൾ എസ് രമേശൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഗുരുവായൂർക്ക് പുറപ്പെടൂ, ഗുരുവായൂരിൽ അങ്ങയുടെ ആവശ്യമുണ്ട്, ഇവിടുത്തെ എഴുത്തൂത്തുകളൊക്കെ നടത്താൻ ഒരാളെ വേണം. അന്നൊന്നും ഒരു ഭക്തിഗാന രചയിതാവോ അല്ലെങ്കിൽ കവിയോ ആയിട്ട് അധികം അങ്ങ് അറിയപ്പെടാതിരുന്ന രമേശൻ നായർ സാർ ഇവിടെ എത്തി ഭഗവാന്റെ നടക്കിൽ കുറച്ചു നാൾ നിന്നതിന് ശേഷം ആദ്യമായി 4 വരി എഴുതി തൃപ്പാദത്തിൽ വെച്ചു അത്രേ സോപാനത്ത്. ആ വരികൾ ഗുരുവായൂർ ഒരു വൈകുണ്ഠമായി കരുതിക്കൊണ്ട് തന്നെ അവിടുത്തെ ശംഖമാണ് എന്റെ കണ്ഠം എന്ന മനോഹരമായ വരികൾക്ക് ശേഷമാണ് ഗുരുവായൂരം വനം ശ്രീ വൈകുണ്ഠം
അവിടുത്തെ സംഗമാണെന്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കലേക്കോ പാദചാത്തിലേക്കോ ഗുരുവായൂരം ബലം ശ്രീവൈകുണ്ഠം. അവിടുത്തെ ശംഖമാണെന്റെ കണ്ഠം. മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്രുതരുകിസലയം നാദത്തെ പാദമൂലം. നിത്യം ചിത്തസ്മിതം മേ. മനോഹരിനിൻ മനോരഥത്തിൽ മലരോടു മലതൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണാരോ ആരാധകനാണോ മനോഹരിനിൻ മനോരഥത്തിൽ മലരോടു മലതൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണാരോ ആനന്ദ ലഹരി. ആനന്ദലഹരി. ജീവിതത്തിൽ പല പല ലഹരികൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ സമീപകാലത്തായി നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ ചെന്നപ്പെട്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ചാണ്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് താനേ പകരുന്ന ഒരു സംസ്കാര സവിശേഷതയുണ്ട്. ആ സംസ്കാര സവിശേഷതയുടെ സൗന്ദര്യ ലഹരി തന്നെയായിരിക്കണം ജീവിതത്തിൽ ആനന്ദലഹരി. ജൂൺ മാസം സ്കൂൾ 2-ാം തീയതി സ്കൂളിലേക്ക് വരുമ്പോൾ പലരും കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ ക്രസൻറ്റ് പബ്ലിക് സ്കൂളിലെ ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത് ഒരിക്കലും കരച്ചിലും ചിരിയുമായിട്ടില്ല. അവർ നിരവധി ഭാവനകളുടെ ലോകത്ത് വരകളിൽ ലയിച്ചുകൊണ്ടാണ് അവരിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ തന്നെ നിരവധി കുട്ടികളാണ് സമാധാനത്തിന് വേണ്ടിയുള്ള അവരുടെ കുഞ്ഞു മനസ്സിലെ ഭാവനകളെ വരച്ച് ഗംഭീരമാക്കിയിരിക്കുന്നത്. ഒരാളെ ഓർക്കുക എന്നുള്ളതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് ഒരു കലാകാരനെ എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ വരകളിലൂടെ ഓർക്കുക എന്ന് പറയുന്നൊരു മഹാഭാഗ്യം. ചില ബന്ധങ്ങൾക്ക് കാന്തശക്തിയുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും കാന്തത്തിന്റെ ആകർഷണ ബലം പോലെ അത് നമ്മളെ നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ള ദിനങ്ങൾ കൊണ്ടാടാൻ ധാരാളം സുഹൃത്തുക്കൾ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഓടി മറയാതെ ഈ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒപ്പം ഉണ്ടാവുന്നു എന്നത് തീർച്ചയായിട്ടും സൗഹൃദത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സനൽ പോറ്റി എന്ന പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ആളാരാണെന്ന് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ രാവിലെ TV തുറന്ന് വാർത്താ ചാനലുകൾ കണ്ടിരുന്നവർക്ക് ഈ മുഖം അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല. കാരണം അത്രത്തോളം സൗമ്യമായ വാർത്താ അവതരണവും പ്രസന്നതയുള്ള മുഖവും ഘനഗാംഭീര്യ ശബ്ദവുമൊക്കെയായി അതിവേഗം പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുവാൻ കഴിഞ്ഞ അവതാരകനായിരുന്നു അദ്ദേഹം. 3 മാസം മുമ്പ് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ബുൾബുൾ സംഗീതത്തിന്റെ ഡോക്യു ഫിലിം പ്രകാശനത്തിൽ അവതാരകനായിരുന്നു അദ്ദേഹം. MTയുടെ മഞ്ഞ നോവലിലെ കുറച്ച് ഭാഗം വായിക്കുകയും ചെയ്തു. വായിക്കാനൊന്നുമില്ല. കട്ടിലിൽ കിടന്ന് കൈയെത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ
ആ റേക്കിൽ അടുക്കില്ലാതെ കൂടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തുകയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറിച്ചു നോക്കി. സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലയ്ക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു. മടുപ്പ് തോന്നി. പുസ്തകം മെത്തയിലിട്ട് കണ്ണടച്ചു കിടന്നു. അടച്ചിട്ട ചില്ലുജാലകത്തിൻ്റെ നേർത്ത വിടവുകളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാകുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. ശബ്ദമില്ലാത്ത ഒരവസ്ഥയില്ല എന്ന സത്യം അവൾ ഓർമ്മിച്ചു. അല്ലെങ്കിൽ നോക്കൂ, ഇപ്പോൾ എങ്ങും നിശബ്ദമാണെന്ന് പറയാം. നിശബ്ദത ഒരു സംഗീതമാണ്. മുകളിലെ ഒരു പഴയ തട്ട് ഉറക്കുത്ത് എന്തൊക്കെയോ പൊടിഞ്ഞു വീടുന്നു. അതിൻ്റെ കിരികിരിപ്പ്. അകലത്തെവിടെയോ ഉണങ്ങിയ ചുള്ളിക്കമ്പകൾ ഒടിയുന്നു. ചീവീടുകളുടെ ദൂരെ നിന്നുള്ള ശബ്ദം. തുലാവർഷത്തിൽ കുതിർന്ന രാത്രിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കവിങ്ങന്തോപ്പിൽ നിന്നല്ലേ ചീവീടുകളുടെ ശബ്ദം കേൾക്കുക? കുമയൂൺ മലകളിൽ പകൽ വെളിച്ചമുള്ളപ്പോൾ കരയുക. 9 വർഷം ജന്തുശാസ്ത്രം പഠിപ്പിച്ച് തനിക്ക് ചീവീടുകളുടെ ഹാബിറ്റ് മറിഞ്ഞുകൊണ്ടതായി. കുമയൂൺ കുന്നുകളിൽ പകൽ വെളിച്ചത്തിൽ നിശബ്ദതയിൽ ചീവീടുകൾ കരയുന്നു. മഞ്ഞ എന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. വായനയിലൂടെ ഈ ടീച്ചറെയും രശ്മിയെയും നൈനിറ്റാളിലെ മനോഹരമായ മഞ്ഞ പൊടിയ തുലാവർഷ രാവുകളുമൊക്കെ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഞാൻ ധന്യനായി. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ.